ഞാൻ കേട്ടിട്ടുള്ളത് ഒരുപാട് ടൈപ്പ് ഓഫ് അരികൾ അല്ലെങ്കിൽ വെറൈറ്റീസ് ഓഫ് അരികൾ ആണ് മാം സോഴ്സ് ചെയ്തിരുന്നത്. അതായത് ഓൾമോസ്റ്റ് 40ക്ക് മുകളിൽ അല്ലേ, 40+. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ആശയത്തിലേക്ക്? ഇപ്പം നോർമലി നമ്മളൊരു ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ ഓർഗാനിക് ഫുഡ് സോഴ്സ് ചെയ്യുന്ന പറയുമ്പോൾ നമ്മൾ അങ്ങനെ മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പം ഇത്തരം വെറൈറ്റികളിലേക്ക് എത്തണം എന്നുള്ളൊരു കോൺസെപ്റ്റ് എവിടെ നിന്നാണ് രൂപപ്പെട്ടത്? നമ്മൾ പറഞ്ഞല്ലോ 2009 തൊട്ട് 18 വരെ നമ്മൾ തനിയെ കൃഷി ചെയ്തു, പാട്ടത്തിന് എടുത്ത് കൃഷി ചെയ്തു. പക്ഷെ ആ ഫ്ലഡിൽ വന്ന പ്രശ്നം, നമ്മൾക്ക് ലീസ് ലാൻഡുകൾക്കൊന്നും ആരും ഇപ്പോൾ എഗ്രിമെന്റ് വെക്കുന്നില്ല. എന്നുവെച്ചാൽ ഭൂപരിഷ്കരണ നിയമങ്ങളൊക്കെ പേടിച്ചിട്ട് ആരും എഗ്രിമെന്റ് വെക്കുന്നില്ല. അപ്പം നമ്മൾ കൃഷി അതോടുകൂടി ഞാൻ സ്റ്റോപ്പ് ചെയ്ത്. സത്യത്തിൽ 2018 ഞാൻ ഈ പ്രൊഫഷനെ വിട്ടതാ. ഇതിപ്പോൾ വേണ്ട. പിന്നെ 2019 ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ദുബായിൽ പോയുള്ള എൻ്റെ അനുഭവം, നമ്മൾ ഇതിൽ നിൽക്കേണ്ട ആവശ്യകത കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു, ഈ എന്നുവെച്ചാൽ അന്ന് പ്രളയത്തിൽ നഷ്ടപരിഹാരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാര്യം നമ്മൾ എഗ്രിമെൻ്റ് ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മളോട് ആരും വിളിച്ചു പോലും ചോദിച്ചിട്ടില്ല. കാര്യം നമ്മളൊക്കെ പലരുടെയും സാമൂഹ്യമായി പലതിനോടും ബന്ധപ്പെട്ടിരുന്നവരാരും നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം വന്നോ, നിങ്ങളെ സഹായിക്കേണ്ടതുണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. നമ്മളെവിടെയും അങ്ങനെ പോയി സങ്കടങ്ങൾ പറഞ്ഞിട്ടുമില്ല. അത് കഴിഞ്ഞ് ഞാൻ തീരുമാനിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എനിക്ക് പാലക്കാട് വർഷങ്ങളായി അറിയുന്ന കുറേ ആൾക്കാരുണ്ട്. അന്ന് ഈ നെല്ല് കൃഷി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് വിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കില്ല. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ കുറച്ചധികം ആൾക്കാരെ നാച്ചുറൽ എഡിബിൾസിൻ്റെ ഫാമേഴ്സായിട്ട് ഞാൻ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ കൃഷി ചെയ്താൽ മതി. 40 രൂപയ്ക്കാണ് ഞാൻ 1 കിലോ നെല്ല് അവരോട് എടുത്തുകൊണ്ടിരുന്നത്. 40 രൂപ എന്നാൽ അവർക്ക് സ്വപ്നം കാണാത്ത ഒരു വിലയായിരുന്നു. അതിനകത്ത് ആളുടെ അധ്വാനം ഒത്തിരിയുണ്ട്. ഇപ്പൊ ആൾക്കാർ നമ്മൾ കെമിക്കൽ ഫ്രീ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തും. മാത്രമല്ല, ഇപ്പം ഞാനിപ്പം നമ്മുടെ മുതലമട പഞ്ചായത്താണ് ഞങ്ങളുടെ എൻ്റെ യൂണിറ്റ് ഇരുന്ന പഞ്ചായത്ത്. അപ്പം ഞാൻ അവിടെ ഈ ലൈസൻസ് റിന്യൂ ചെയ്യാൻ പോകുമ്പോൾ എന്നോട് ഉദ്യോഗസ്ഥർ ചോദിക്കും, ഇതെന്താണ് മാഡം, നിങ്ങളിത് എവിടെ നിന്ന് കിട്ടുന്ന ഈ സാധനമൊക്കെ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, നമ്മുടെ പലശനയിലെ ഗിരീഷില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ ഇന്നാളില്ലേ, ഓ ശരി, അവരൊക്കെ അങ്ങനെ തന്നെ. ഒരു നാട്ടുകാർ മൊത്തം സർട്ടിഫൈ ചെയ്ത മനുഷ്യരായിരുന്നു എൻ്റെ ഫാമേഴ്സ്. അവരെക്കുറിച്ച് ഒരു ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി ചോദിച്ചാൽ പോലും ഒരാൾ മറിച്ച് പറയില്ല. വർഷങ്ങളായി അതേപോലെ 50 വർഷത്തിലധികമോ 100 വർഷത്തിലധികമോ രാസവിമുക്ത കൃഷി ചെയ്തവരായിരുന്നു എൻ്റെ കർഷകർ. അപ്പം ഞാനത് അവർക്ക് ഉറപ്പ് വരുത്തായിരുന്നു, നിങ്ങൾ ചെയ്തോ, നെല്ല് ഞാൻ എടുത്തോളാം. അപ്പോൾ അവർ ചെയ്യുന്ന ഏത് നെല്ലും, ഇപ്പോൾ രക്തശാലി, നവര, ബ്ലാക്ക് റൈസ്, ഇതൊക്കെ എനിക്ക് പാലക്കാട് നിന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യത്തെ എൻ്റെ ഒരു കലൂർ സ്റ്റേഡിയത്തിൽ എൻ്റെ ഒരു സ്റ്റോർ ഉണ്ടായിരുന്നു. 400 സ്ക്വയർ ഫീറ്റിലായിരുന്നു. അവിടെ ഞാൻ ഏറ്റവും അധികം വിറ്റിരുന്നത് അരി ഉൽപ്പന്നങ്ങളും പ്ലസ് എണ്ണ, ചെറിയ തോതിൽ മില്ലറ്റ്സ്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് കട വലുതാക്കണം എന്നുള്ള ആശയം വന്നപ്പോൾ, അതായത് ഈ അരി കഴിക്കുന്നവർക്ക് മറ്റു സാധനങ്ങളും വേണമല്ലോ, പരിപ്പ് വേണം, പയറ് വേണം. അതിനുള്ള വഴി തേടി ഞാൻ തമിഴ്നാടും ആന്ധ്രയും സ്റ്റേറ്റ് വിട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഈ നാടൻ നെല്ലുകൾ ഉൽപ്പന്നം എന്ന് പറയല, നാടൻ നെല്ലിൻ്റെ ഇനങ്ങള് തമിഴ്നാട്ടിലും ആന്ധ്രയിലും വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി എൻ്റെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു അരിമേള നടത്തുമ്പോൾ ഓരോ നെല്ലിനും ഓരോ അരിക്കും, അതിൽ നിന്ന് വരുന്ന ഓരോ അരിക്കും ഓരോ ഗുണങ്ങളുണ്ട്. പൂങ്കാറ് ഗർഭകാലത്ത് അല്ലെ ലാക്ടേറ്റിംഗ് മദറിനുള്ളതാണ്. ഇനി നിങ്ങൾക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു അരിയുണ്ട്. അതുപോലെ എല്ലാത്തിനും നെർവ് ഇഷ്യൂസ് ഉള്ളവർക്ക് അരിയുണ്ട്. അങ്ങനെ ഈ ഒരു ജീവിതത്തിൽ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന പ്രായത്തിൽ അവനെ ബാധിക്കാവുന്ന അനാരോഗ്യങ്ങളെ എല്ലാം മാറ്റുന്ന രീതിയിലുള്ള ഒരു ഭക്ഷണ ജീവിത സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു. അത് ഏറെക്കുറെ പാലിക്കുന്നുണ്ട് കേരളം വിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ആ അരിയെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്നു. വയനാട്ടിലെയും കേരളത്തിന് പുറത്തുള്ള ആന്ധ്ര, തമിഴ്നാട്, കർണാടക റൈസിനെയും ഞാൻ ഇവിടെ കൊണ്ടുവന്നൊരു എക്സിബിഷൻ വെച്ചു. എനിക്ക് അത്ഭുതം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഒരു 10-12 വർഷം മുമ്പാണ് നമ്മൾ അരിമേളകൾ പ്രചാരണത്തിൽ ഉണ്ടായിരുന്നത്. അന്ന് ഒരു പത്രവാർത്ത വന്നാൽ മതി, അരി ഇങ്ങനെ ഉണ്ട്, നവര മുതൽ ഇന്ന അരി വരെ, അല്ലെ രക്തശാലി തൊട്ട് നവര വരെ. അന്ന് ഞങ്ങൾ മമ്മൂട്ടിയുടെ കൃഷി ചെയ്യുന്നതുകൊണ്ട് വലിയ വാർത്തയൊക്കെ പത്രക്കാരെഴുതും, മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം അരിമേളയിൽ വന്നാൽ മനസ്സിലാക്കാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആൾക്കാർ വരുമായിരുന്നു. അങ്ങനെ മമ്മൂട്ടി കൂടെ ഉണ്ടായിരുന്നു. മമ്മൂക്കായുടെ കൃഷി 5 വർഷം ചെയ്തിരുന്നു. ശ്രീനിവാസന്റെ കൃഷി തുടങ്ങി കൊടുത്തത് ഞങ്ങളാണ്. 2 വർഷം ഒപ്പം ഉണ്ടായിരുന്നു.
അപ്പോൾ ആ കാലയളവിൽ ഒരു അപ്പൊ അന്നേ അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരുന്നു. ഈവൻ സെലിബ്രിറ്റീസ് ഒക്കെ അങ്ങനെ അപ്രോച്ച് ചെയ്യണമെങ്കിൽ ഒബ്വിയസ്ലി അങ്ങനെ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ടായിരിക്കണമല്ലോ, അല്ലെങ്കിൽ ആ ക്വാളിറ്റി എൻഷുർ ചെയ്യണമല്ലോ നമ്മൾ. അന്ന് ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മമ്മൂക്കയൊക്കെ അന്നും ഭയങ്കര ഫുഡിൽ ഭയങ്കര കോൺഷ്യസ് ആയ ആളാണ്, വളരെ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ മമ്മൂക്ക അധികം അരി കഴിക്കുന്ന ആളൊന്നും ആയിരുന്നില്ല, പുള്ളി വളരെ ഡയറ്റ് കൺട്രോൾ ചെയ്ത് പോകുന്നയാളാണ്. അപ്പോൾ അവരുടെയൊക്കെ ട്രസ്റ്റ് നമ്മളിലേക്ക് വന്നതെന്നു വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിനോടൊപ്പം ഒരു ആരോഗ്യം എന്ന് പറഞ്ഞ ആശയമുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ അരിയും അങ്ങനെ തന്നെ വെറൈറ്റി റൈസിലുള്ള ആരോഗ്യം പത്രങ്ങൾ എഴുതുമ്പോൾ ആൾക്കാർ അറിയുമെന്ന് ധരിച്ചു. ഈ റീസെൻ്റ്ലി ഏപ്രിലിൽ ഞാൻ അരിമേള നടത്തി 42 ഇനം അരിയെ കൊണ്ടുവന്ന് പത്രങ്ങൾ ചാനലുകൾ വാർത്ത ചെയ്തിട്ടും 10 പേരിലധികം അവിടെ വന്നിട്ടില്ല അത് വാങ്ങാൻ. അപ്പോഴാണ് എന്താ പറയാ നമ്മൾ ആ നഗ്ന സത്യം തിരിച്ചതെന്ന് പറഞ്ഞാൽ അയ്യോ ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. സി 12 വർഷം മുമ്പ് അരിമേളയെന്ന് പറഞ്ഞാൽ വലിയ ബാഗുമായിട്ട് വന്ന് ക്യൂ നിന്നവര് ഇന്നില്ല. ഇല്ലെങ്കിൽ അവരെന്ത് ചെയ്തു, അരിയെ മാറ്റിയിട്ട് വേറെ ഒരു ഭക്ഷണ സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ വേറൊരു മാറ്റം അവർ വരുത്തിയിട്ടുണ്ട്. അപ്പം ഹിന്ദു പത്രം ചെയ്തു, മനോരമ, മാധ്യമം, എല്ലാ ചാനൽസും ഹിന്ദു അടക്കം റിപ്പോർട്ട് ചെയ്തു. പക്ഷേ അപ്പം എനിക്ക് മനസ്സിലായി എവിടെയോ ഒരു കുഴപ്പം സോഷ്യലി ഉണ്ട്. സൊസൈറ്റിക്ക് ഒന്നില്ലെങ്കിൽ കാര്യം പിടികിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഈ അരി കഴിച്ച് ഉള്ള ആരോഗ്യം വരുന്നതിനേക്കാളും ഷോർട്ടിൽ വേറെ എന്തെങ്കിലും വഴി ആരോഗ്യം വരുമോ എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ ഇത്രയും അരിയെ കൊണ്ടുവന്ന് വെച്ചപ്പം അവിടെ നിന്നാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു തിരിച്ച് ഒരു ചിന്ത റീതിങ്കിങ് ഉണ്ടാവുന്നത്. ഞാൻ പോകുന്ന പാതയിൽ എവിടെയോ ഒരു ജനറേഷൻ ഗ്യാപ്പ് വന്നിട്ടുണ്ടെന്നുള്ളത് കറക്റ്റ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാര്യം ഞാൻ എൻ്റെ ഓർമ്മയിൽ 2009 വനിതയിലാണ് ആദ്യത്തെ ഫീച്ചർ വന്ന തൊട്ട് മാതൃഭൂമിയുടെ സൺഡേ തൊട്ട് എല്ലാ പത്രമാധ്യമങ്ങളും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നിടത്ത് ഒരു ചായക്കാശ് പോലും ആരും മേടിച്ച ഓർമ്മയില്ല. എൻ്റെ തന്നെ ചെയ്തിട്ടുണ്ട്, മനോരമ ആരോഗ്യം, മാതൃഭൂമി ചെയ്തിട്ടുണ്ട്, എല്ലാ മുൻനിര പത്രങ്ങളെല്ലാം ചെയ്തപ്പോഴും അത് പക്ഷേ അതെന്തായിരുന്നു എന്ന് വെച്ചാൽ ഞങ്ങളോട് അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. നിങ്ങൾ കൃഷി ചെയ്ത് തരുന്ന ഉൽപ്പന്നം നിങ്ങളുടെ സത്യസന്ധത എന്നൊക്കെ പറഞ്ഞാൽ അവർ അത്ര വിശ്വാസം ഉണ്ടായിരുന്നു. അന്ന് അത് വായിച്ച് വരുന്ന മനുഷ്യരിലേക്ക് ഒന്നില്ലെങ്കിൽ ഈ വാർത്ത ചെല്ലുന്നില്ല, അല്ലെങ്കിൽ ഇതിനൊരു പ്രാധാന്യം ഉള്ള കാലം കഴിഞ്ഞു. എവിടെയോ നമ്മൾ അപ്ഡേറ്റ് അല്ല എന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് ആ ഒരു അരിമേള കഴിഞ്ഞതോടുകൂടിയാണ്. കാര്യം പത്രമാധ്യമങ്ങളുടെ സമ്മതത്തോടെ അറിവോടെ നടത്തിയ അരിമേളയാണത്. കാര്യം അവരൊക്കെ പണ്ടത്തെ അരിമേളയുടെ ഓർമ്മയിൽ ഒരു അരിമേള JBG എന്ന് പറഞ്ഞപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ച് എന്നാൽ ചെയ്താലോ. പക്ഷെ അതിൻ്റെ റെസ്പോൺസാണ് ഞാൻ ഒരു കോമായിട്ട് ഒന്ന് നിർത്തിയേക്കാം, അല്ലെങ്കിൽ ഒന്ന് തുടരും എന്നുള്ളൊരു നിലയിലേക്ക് ഇതിനെ ഒന്ന് ഒതുക്കിയാലോ എന്ന് ആലോചിക്കുമ്പോൾ 1600 സ്ക്വയർ ഫീറ്റിലെ കടയും അതിനകത്തിരിക്കുന്ന 420 പരം ഉൽപ്പന്നങ്ങളും, നമ്പേഴ്സാണ് ഞാൻ പറയുന്നത്, അല്ലാതെ 420 പാക്ക് ഓഫ് പ്രൊഡക്റ്റ് അല്ല ഞാൻ പറഞ്ഞത്, നമ്പേഴ്സ്, എൻ്റെ SKUs 420 ഞാൻ എത്താൻ ഞാൻ ട്രാവൽ ചെയ്ത വർഷങ്ങൾ, ഞാൻ ട്രാവൽ ചെയ്ത കിലോമീറ്ററുകൾ എല്ലാം എന്തായി ഒരു പാഴ്വേലയായിരുന്നോ എന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി. ഞാൻ പാഴ്വേല ചെയ്താണോ 420 ഉൽപ്പന്നം? ഞാൻ ആലോചിച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ ശുദ്ധമായ ഒരു സാധനം കിട്ടും എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ പൈസയും കൊണ്ട് വാ, ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് ഞാൻ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ്. നിങ്ങൾ പൈസ തരൂ, ഞാൻ സാധനം തരാം. നിങ്ങൾ പൈസ തരുന്ന എന്തിനാണ്? നിങ്ങൾക്കിത് തുടർന്ന് കിട്ടാനാണ്. മനസ്സിലായി? എനിക്ക് ഇതൊരു സോഷ്യൽ കോസാണ്, ഞാൻ ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാണ്. പക്ഷേ എനിക്ക് ജീവിക്കണമെങ്കിൽ പണം വേണം, പണമില്ലാതെ പണം വേണം. നിങ്ങൾ എന്നെ സഹായിക്കുന്ന ഒറ്റ രീതിയിൽ മതി. സമൂഹത്തോട് ഞാൻ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, നിങ്ങളിത് വാങ്ങൂ. നിങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ എന്നെ നിലനിർത്തുന്നു, എന്നെ ഞാൻ നിലനിർത്താൻ ശ്രമിക്കുമ്പോൾ എൻ്റെ കർഷകർ നിലനിൽക്കുന്നു, മണ്ണിൽ നല്ല എന്താ പറയുക, മണ്ണിനെ സന്തുലിതമായി കൊണ്ടുപോകാൻ സാധിക്കുന്നു, അവിടുത്തെ ഇക്കോസിസ്റ്റം നന്നാകുന്നു. നിങ്ങളുടെ 100 രൂപയെങ്കിലോ 180 രൂപയിലോ നിങ്ങൾ ചെയ്യുന്ന ഒരു വലിയ സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്.
അത് കേൾക്കാൻ ആളില്ലാതായി, അതിനോട് ബാധ്യതയില്ലാത്തവരായി. എൻ്റെ നിലനിൽപ്പ് എന്തിനാണ്, അല്ലെങ്കിൽ ബിജിയുടെ ഒരു പ്രൊഡക്റ്റ് ഇവിടെ നിന്നതുകൊണ്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നത് പേഴ്സണലി അവർ പോയിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ അവർ ചിന്തിച്ചിട്ടുമില്ല. ബിജി നിലനിൽക്കണോ, ബിജിയെപ്പോലെ ഒരാൾ ഞാൻ മാത്രമെന്നല്ല പറയുന്നത്, എന്നെപ്പോലെ ചിന്തിക്കുന്ന, എന്നെപ്പോലെ പ്രവർത്തിക്കുന്ന, ഭക്ഷ്യമേഖലയിൽ ഇതുപോലെ നിൽക്കുന്ന ഒരാൾ വേണ്ടേ?